ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉച്ചയാകാറായപ്പോ തന്നെ ചോറും മീൻ വറുത്തതും മീൻകറിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങ് സൺഡേ അല്ല സാറ്റർഡേ അങ്ങ് ആഘോഷിക്കാന്ന് കരുതി കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം രസം വെച്ചപ്പോഴേക്കും നൈസായിട്ടൊന്ന് പാളിയായിരുന്നു. അതിന്റെ പേരിൽ ഇന്നുണ്ടാക്കിയ രസം കേട്ടോ. ഇതേതായാലും സൂപ്പർ ആയിട്ടുണ്ട്. കിളിമീൻ ആയതുകൊണ്ട് തന്നെ കറി വെച്ച ഇവിടെ ചെലവാകത്തില്ല, അപ്പൊ അത് വറുക്കാന്ന് കരുതി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ, ഈ ഇടത്തരം മീനുകളിൽ ഈ കിളിമീനാണ് ഒരു ഉണ്ടക്കണ്ണുള്ളത്. എപ്പ വെട്ടിയിട്ടാലും എനിക്കിത് ഉണ്ടക്കണ്ണും വീശി കിടക്കുന്നവരെ തോന്നുന്നത്. ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ ഒരു മാതള നാരങ്ങ ചെത്തി ഞങ്ങൾ എല്ലാരും കൂടെ കഴിച്ചു കേട്ടോ. ഞങ്ങളെ മാതള നാരങ്ങ മുറിച്ചോണ്ടിരുന്നപ്പോഴേക്കും സംസാരിച്ചോണ്ടിരുന്ന എന്താണെന്നറിയാവോ? കടയിൽ ചെന്നപ്പോ ഞാൻ ചോദിച്ചായിരുന്നു മാതള നാരങ്ങ റെഡ് കളറാണോന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു ഇല്ല ചേച്ചി, ഒരു പിങ്ക് കളറാണെന്ന്. ഇതിപ്പോ പിങ്കും അല്ല റെഡും അല്ല, ഒരുമാതിരി വെളുത്ത് വെള്ളാരം കല്ല് കണക്കെ ഇരിക്കുന്ന മാതള നാരങ്ങ കിട്ടിയത്. ഞങ്ങൾ അതും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പിങ്ക് കളറിലെ മാതള നാരങ്ങ. ഇന്നലെ ഒഴിച്ചു വെച്ച പാല് തൈരായിട്ടുണ്ട്. ഇനി അത് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചു വെക്കണം. പണ്ട് ഞാൻ ഈ മീൻ കഴിക്കത്തില്ലായിരുന്നേ. പിന്നെ എപ്പോഴോ ഈ മീൻ വറുത്തപ്പം നല്ല ടേസ്റ്റ്, അന്ന് പോലാണ് കേട്ടോ ഞാൻ ഈ മീൻ കഴിക്കാൻ തുടങ്ങിയത്. രസം ടേസ്റ്റ് ചെയ്തപ്പോഴാണ് കുറച്ചും കൂടെ മല്ലിയിലയുടെ ആവശ്യമുണ്ടെന്ന് തോന്നിയത്. അങ്ങനെ മല്ലിയിലയൊക്കെ അരിഞ്ഞിട്ട് ഒന്നും കൂടെ തിളപ്പിക്കുന്ന സമയമാണിത്. ഈ മാംസം കൂടുതലുള്ള മീനുകൾക്കുണ്ടല്ലോ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരയിടുന്നതായിരിക്കും നല്ലത്. എങ്കിൽ മാത്രമേ മസാലയൊക്കെ അതിന്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ കേട്ടോ. എന്തോ സ്പെഷ്യൽ മസാലയൊക്കെയാണ്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ച് ആ മീനിലോട്ടൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇനി അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പൊ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിനകത്ത് ഒഴിക്കുന്നത് കണ്ട് ടേസ്റ്റ് കൂടാനാണെന്ന് തോന്നുന്നു. എന്തായാലും വറുത്ത് വന്നപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു. പാലപ്പം ഉണ്ടാക്കാൻ എടുക്കുന്ന ചട്ടിയിൽ മീൻ വറുത്തപ്പോ ഒന്ന് എന്റെ കണ്ണ് തള്ളി. ഈശ്വര, ഇവൾ ഇതെന്തോ ഈ ചെയ്യുന്നേന്ന് ഓർത്തു ഞാൻ. പിന്നെ ചോദിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്, ചട്ടി മാറിപ്പോയതാണ്. ചട്ടി മാറിപ്പോയാൽ എന്താ, മീൻ വറുത്ത കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മഴ മാറി കുറച്ച് വെയിലടിച്ചപ്പോഴത്തേക്കും കാണിച്ച പണിയാണിത്. ഹെൽമെറ്റ് എല്ലാം എടുത്ത് വൃത്തിയായിട്ട് കഴുകി വെച്ച്, അപ്പോഴത്തേക്കും പിന്നെയും മഴ വന്ന്. ഇനി നമുക്ക് മുട്ട പൊരിക്കാം. ഒരു ടിപ്പ് പറഞ്ഞുതരാം. മുട്ട ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പാല്, ഇല്ലെങ്കിൽ പാൽ ഇഷ്ടമല്ലാത്തവർക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ മുട്ട വറുത്തെടുക്കുമ്പോൾ നല്ല ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ കോഴിമുട്ടയൊക്കെ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് ഹരിക്കുട്ടൻ കാർട്ടൂണിൽ ഇരുന്ന് കാണുന്ന കാര്യം ഓർക്കുവേ. ഒരു പൂപ്പിപ്പട്ടിയുണ്ട്, അതും ഒരു കോഴിയമ്മയായിട്ടുള്ള സംഭാഷണമാണ്. അതിലേക്കും സംഭാഷണത്തിന്റെ ഇടക്ക് പൂപ്പി ചോദിക്കും, കോഴിയമ്മേ, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിക്കും. അപ്പൊ ഉത്തരം മുട്ടിയ കോഴിയമ്മ പൂപ്പിനെ ഓടിച്ചിട്ട് കൊത്തുന്ന കാണാവേ. ഈ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ കാണുന്നോണ്ടേ നമുക്കും ഇപ്പൊ ഇതൊക്കെ തന്നെ വായി വരത്തുള്ളൂ. ഇങ്ങനെ മുട്ട വറുത്തെടുക്കുമ്പോഴേ ശരിക്കും നമുക്ക് ഒരു ജ്യൂസി ആയിട്ടുള്ളൊരു ഒത്തിരി മൊരിഞ്ഞു പോകാത്ത രീതിയിലും എന്നാ മൊരിഞ്ഞിട്ടുള്ള മുട്ടയാകട്ടെ നമുക്ക് ഫൈനൽ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പാലൊഴിച്ചൊന്ന് ബീറ്റ് ചെയ്തിട്ട്. ഈ സമയത്താണ് മനസ്സിലൊരു കാര്യം ഉദിച്ചത്, പൊതിച്ചോറുണ്ടാക്കിയാലോ. അങ്ങനെ വാഴയിലെല്ലാം വെട്ടി വാട്ടി കൊണ്ടുവച്ച് ഈ വാഴയിലോട്ടെ ഇത്രയും ചൂട് ചോറ് ഇടുമ്പോഴത്തേക്കും ആ വരുന്ന ഒരു സ്മെല്ലില്ലേ, അത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അത്ര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സ്മെല്ലല്ലേ വരുന്നത്. സ്കൂളിൽ പോകുന്നതും ഉച്ചയ്ക്ക് ഇത് പൊതിച്ചോറൊക്കെ തുറന്ന് എല്ലാവരുമായിട്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓടി വരും. ഞാൻ 10th പഠിക്കുന്ന സമയത്തെ ഞാൻ ചോറ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഡെപ്പയിലാണെങ്കിലും സ്ഥിരം ചോറ് ഈ വാഴയിലയിൽ കൊണ്ടുവരുന്നൊരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നേ. എനിക്ക് തോന്നുന്നു അവളെക്കാളും കൂടുതൽ ആ ഭക്ഷണം കഴിച്ചേക്കുന്നത് ഞാനാണ്. പണ്ട് അങ്ങനെയാണല്ലോ, ഷെയറിങ് ഒക്കെ ആണല്ലോ. നമ്മൾക്ക് എല്ലാവരും നമ്മളെ കൂട്ടരെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് എല്ലാ കറികളും ഷെയർ ചെയ്തൊക്കെയാണല്ലോ കഴിക്കുന്നത്. ഇന്നും നമ്മുടെ പൊതിച്ചോറിലേക്ക് ബീട്രൂട്ട് മെഴുക്ക് വരട്ടി, മുട്ട വറുത്തത്, മീൻ വറുത്തത്, പിന്നെ രസവും. ഒരാൾക്ക് മനസ്സറിഞ്ഞ് കഴിക്കാൻ ഇത്രയൊക്കെ തന്നെ ധാരാളം.
നിരത്തുന്ന കറികളുടെ എണ്ണമല്ലല്ലോ. ഒരു കറിയാണെങ്കിൽ കൂടെ അത് കഴിക്കുന്ന കറിയായിരിക്കണം അല്ലേ. ഭക്ഷണം ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ആ ഒരു പോളിസി കേട്ടോ എനിക്ക് ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയുന്നതോ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. കാര്യം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എത്രയോ പേര് എങ്ങനെയൊക്കെയോ അലഞ്ഞിട്ടാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് നമുക്ക് കുറച്ചു നേരം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴാണ് ഇതിന്റെ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ നമ്മുടെ ഈ സിമ്പിൾ പൊതിച്ചോറ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്.